IT in e-governance. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് സെക്ടറുകളിൽ എങ്ങനെയാണ് IT ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേരിയസ് മോഡൽസ് ഉണ്ട്. G2C, G2B, G2G, G2E. ഓക്കെ, എന്താണ് G2C? ഗവൺമെൻറ് ടു സിറ്റിസൺ ആണ് G2C എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള സിറ്റിസൺസിന് എങ്ങനെയൊക്കെയാണ് IT ഹെൽപ്പ് ചെയ്യുക? വേരിയസ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് G2C മോഡൽസ് ഹെൽപ്പ് ചെയ്യുക. ദെൻ G2Bയിൽ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ടു ബിസിനസ്. സോ ലൈസൻസ് കിട്ടാൻ അല്ലെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ G2Bയിൽ കിട്ടാറുള്ളത്. ദെൻ G2G എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ടു ഗവൺമെൻറ്, ഡാറ്റ ഷെയറിങ്ങിന് വേണ്ടിയിട്ട്. ദെൻ G2E ഗവൺമെൻറ് ടു എംപ്ലോയി, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് HR-ഉം പേറോളും മറ്റു കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അടുത്ത ടോപ്പിക്കിൽ വരുന്നത്. അതായത് കേരള ഗവേണൻസ് പ്രൊജക്റ്റുകൾ. ഓക്കെ, വേരിയസ് പ്രൊജക്റ്റുകളുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ബേസിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അക്ഷയ സെൻ്ററുകൾ എല്ലാവർക്കും അറിയാം. എന്തിനാണ്? സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പോയിന്റുകളാണ് നമ്മൾ അക്ഷയ എന്ന് പറയുന്നത്. ദെൻ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു പ്രൊജക്റ്റാണ്. അതിനകത്ത് ഓൺലൈൻ സർട്ടിഫിക്കറ്റ്സും ആപ്ലിക്കേഷൻസും ഒക്കെ നമുക്ക് ഡിസ്ട്രിക്ട് എന്ന് വഴി നമുക്ക് കിട്ടാറുണ്ട്. ദെൻ സ്പാർക്ക് എന്ന് പറയുന്നത് സാലറി ആൻഡ് സർവീസ് റെക്കോർഡ്സ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ്. അപ്പോൾ അവരുടെ സർവീസ് റെക്കോർഡുകളും അവരുടെ സാലറി കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്രൊജക്റ്റാണ് സ്പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ഫ്രണ്ട്സ് ഒരുപാട് പേര് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അല്ലേ, ഫീ കളക്ഷനും മറ്റുമൊക്കെ ആയിട്ടുള്ള യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. ദെൻ ആധാർ ബയോമെട്രിക് യൂട്ടിലിറ്റി അല്ലേ, നമ്മുടെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആധാർ എന്ന് പറയുന്നത്. ഡിജി ലോക്കർ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ് ഷെയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റോറേജ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഡിജി ലോക്കർ ഉപയോഗിക്കുക. അതായത് നമ്മുടെ ലൈസൻസ്, ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ID ഇതൊക്കെ നമുക്ക് ഡിജി ലോക്കറിൽ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് ഒരു റെക്കോർഡായിട്ട് നമുക്ക് കാണിക്കാനും പറ്റും കേട്ടോ. ദെൻ ഉമാങ് എന്ന് പറയുന്നത് UMANG കേട്ടോ, യൂണിഫൈഡ് മൊബൈൽ ആക്സസ് ടു ഗവൺമെൻറ് സർവീസുകൾക്കൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രൊജക്റ്റാണ് UMANG എന്ന് പറയുന്നത്. ദെൻ കേരള IT പോളിസി 2017 എന്ന് പറഞ്ഞിട്ടുള്ളൊരു IT പോളിസി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ എക്കണോമി എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ദെൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി, ഈ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ കേരള IT പോളിസി 2017 ഓക്കെ. ഇനി ഇപ്പോൾ നമ്മൾ ഗവേണൻസിനെ കുറിച്ച് പഠിച്ചു, കേരളത്തിൽ എന്തൊക്കെ പ്രൊജക്റ്റുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. അടുത്തത് IT ഇൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ. അപ്പോൾ ഹെൽത്ത് കെയറിലും IT ഉണ്ട്, അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്. അപ്പോൾ അതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ റെക്കോർഡുകൾ ഓക്കെ എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഡിജിറ്റലായിട്ട് തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ EHR എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ടെലിമെഡിസിൻസ് നമുക്കറിയാം. ടെലിമെഡിസിൻസ് എന്ന് പറയുമ്പോൾ വീഡിയോ കോൾ യൂസ് ചെയ്ത് തന്നെ റിമോട്ട് കൺസൾട്ടേഷൻസ് നടക്കാൻ വേണ്ടിയിട്ട് കോവിഡിൻ്റെ സമയത്തൊക്കെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പ്രൊജക്റ്റാണ് സഞ്ജീവനി എന്ന് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. ബേസിക്കലി എന്താ പറയുക, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റീസുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോമാണ് സഞ്ജീവനി. ദെൻ മെഡിക്കൽ ഇമേജിങ് നമുക്കറിയാം. MRI, CT, X-ray ഇതിനൊക്കെ നമുക്ക് IT യൂസ് ചെയ്യും അല്ലേ. X-ray പാക്സ് എന്ന് പറഞ്ഞത് അസിസ്റ്റൻറ്റ് ഡയഗ്നോസിസ്, അങ്ങനെ വേരിയസ് ആയിട്ടുള്ള ഇതിൽ MRIയും CTയും X-ray ഒക്കെയാണ് നമ്മളൊന്ന് ജസ്റ്റ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അല്ലേ. മെഡിക്കൽ ഇമേജിങ്ങിന് ഹെൽപ്ഫുള്ളാണ്. ദെൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ബില്ല് ചെയ്യണം ഫാർമസിയിൽ, ലബോറട്ടറിയിൽ, ഇതിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ. രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കാം. ദെൻ ഡ്രഗ് ഡിസ്കവറി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ AI യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് സ്പീഡപ്പ് ആയിട്ട് അത് ഏത് മെഡിസിനാണ് നമുക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതിനാണ് IT ഹെൽപ്ഫുൾ ആയിട്ടിരിക്കുന്നത്. ദെൻ റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ ഡാവിൻസി സിസ്റ്റം മിനിമലി ഇൻവാസീവ് സർജറിയാണ്. ഡാവിൻസി സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. ദെൻ വിയറബിൾസ് ഓർ IoT കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന്. അതായത് നമുക്ക് പെട്ടെന്നായിട്ട് BP ഇപ്പോൾ വിയറബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് വാച്ചസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ BP മോണിറ്ററിങ്സ് ആ കുഞ്ഞ് ഡിവൈസ് അല്ലേ, അത് ഓക്സിജൻ മോണിറ്ററൊക്കെ ചെയ്യുന്ന സ്മാർട്ട് ഡിവൈസുകളില്ലേ, അതിനെയാണ്
അതിനും നമുക്ക് എന്ത് ചെയ്യണം, IT ഇവിടെ ഹെൽപ്ഫുള്ളാണ്. ദെൻ AI ഡയഗ്നോസിസ് നമ്മുടെ ഡീപ്പ് മൈൻഡ്, ഐ ഡിസീസസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു AI പ്ലാറ്റ്ഫോമാണ് ഡീപ്പ് മൈൻഡ് എന്ന് പറയുന്നത്. അതുപോലെ IBM വാട്സൺ, ഇത് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ IT പഠിക്കാനുള്ളത്. അപ്പോൾ ഈ സഞ്ജീവിനി ഇവിടെ നിന്ന് ഓർക്കുക. അതുപോലെ റോബോട്ടിക് സർജറിക്ക് ഡാവിൻസി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഓർക്കുക. ദെൻ AI ഡയഗ്നോസ്റ്റിക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡീപ്പ് മൈൻഡ്, IBM വാട്സൺ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. ഓക്കെ, ബേസിക് ആയിട്ട് പഠിച്ചാൽ മതി. ഇന്ന് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചോദ്യങ്ങൾ തന്നെ ഇതിന്ന് വളരെ റയറായിട്ട് ചോദിച്ചിട്ടുള്ളൂ, എന്നാലും നമുക്ക് അറിയാതെ പോകരുത്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിനകത്ത് വീണ്ടും കൊടുത്തിട്ടുണ്ട്. EHRന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് എപ്പിക്, സെർനർ, OpenMRS, ABDB എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെലിമെഡിസിൻസ് ഈ സഞ്ജീവനി ഞാൻ ബ്ലൂ കളറായി കൊടുത്തത് മാത്രം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. പ്രാക്ടോ, അപ്പോളോ, ടാറ്റ MG ഇതൊക്കെ ടെലിമെഡിസിൻ സർവീസുകളാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതിനൊന്നും പഠിക്കാതായിട്ട് ഒന്നുമില്ല. ദെൻ മെഡിക്കൽ ഇമേജിംഗ് ഉണ്ട്. മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത് നോർമലി MRI, CT, എക്സ്റേ. ഇതിൽ പാക്ക് ആയിരിക്കും നമുക്ക് കുറച്ച് അറിയാത്തൊരു കാര്യം. പാക്ക്, AID ഡോക്ക്, ഓക്കെ, AI ഡോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിസ്റ്റംസ്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് ഹോസ്പിറ്റൽ ഇതൊന്ന് ഓർത്ത് വെക്കണേ. ഹോസ്പിറ്റലും ബാമിനി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ദെൻ ഡ്രഗ് ഡിസ്കവറി, AlphaFold, IBM വാട്സൺ, ഇത് നമ്മൾ മുന്നിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. IBM വാട്സൺ എന്ന് പറയുന്നത് AI ഡയഗ്നോസിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ. അപ്പോൾ അത് നമുക്ക് ഡ്രഗ് ഡിസ്കവറിക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ റോബോട്ടിക് ഞാൻ ഓൾറെഡി പറഞ്ഞു. റോബോട്ടിക് സർജറിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡാവിൻസി സർജിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. വിയറബിൾസ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയണത് തന്നെ ഫിറ്റ്ബിറ്റ്, സാംസങ് ഗാലക്സി വാച്ച്, ഗാർമിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്മാർട്ട് വാച്ചുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത്. ദെൻ AI ഡയഗ്നോസ്റ്റിക് നമ്മൾ ഓൾറെഡി ഡീപ്പ് മൈൻഡ്, പാത്ത് AI, കുറേ AI, IBM വാട്സൺ ഇതൊക്കെയാണ് AI ഡയഗ്നോസ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെൽത്ത് സെക്ടേഴ്സിൽ യൂസ് ചെയ്യാറുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കാണ് IT ഇൻ എഡ്യൂക്കേഷൻ, ദെൻ സയൻസ്, ഓക്കെ, ആൻഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇതിൽ ആദ്യത്തെ ടോപ്പിക്ക് IT ഇൻ എഡ്യൂക്കേഷൻ. ഇതിനകത്ത് നിന്ന് വേണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം തന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, LMS നമുക്ക് നോക്കാം. ഓക്കെ, LMS എന്ന് പറയുന്നത് ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. A software platform used to create, manage and deliver and track online learning and education courses അതിനെയാണ് LMS എന്ന് പറയുക. ഓക്കെ, ആ പ്ലാറ്റ്ഫോമിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് ഡാറ്റാസ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണ കുറച്ച് ഇതുണ്ട്. മൂഡിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗൂഗിൾ ക്ലാസ് റൂം, ക്യാൻവാസ്, ബ്ലാക്ക് ബോർഡ് ഇതൊക്കെ LMSനകത്ത് വരുന്ന ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. മോക്സ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈൻ കോഴ്സുകൾ ഡയറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാറില്ലേ. കോഴ്സറയിലൊക്കെ കയറി, കോഴ്സറ എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനെയാണ് നമ്മൾ മൂക്സ് എന്ന് പറയുക. ഓക്കെ, ദെൻ ഓൺലൈൻ കോഴ്സസ് ദാറ്റ് അലോ ലാർജ് നമ്പർ ഓഫ് ലേണേഴ്സ് ടു സ്റ്റഡി ഫ്രം എനിവർ യൂസിങ് ദ ഇൻ്റർനെറ്റ്, അതാണ് മൂക്സ്. കോഴ്സറ, EDX, NPTEL നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പേര് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. NPTEL അതിനകത്ത് എല്ലാം കിട്ടും. ഒരുവിധം എല്ലാ കോഴ്സുകളും NPTEL അവൈലബിൾ ആണ്, വീഡിയോസൊക്കെ ആയിട്ട് അല്ലേ. പിന്നെ സ്വയം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ദെൻ ഉടമ എല്ലാവർക്കും അറിയാം, നിറയെ പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോഴ്സറൊക്കെ ഉണ്ട്. ഇനി സ്മാർട്ട് ക്ലാസ് റൂംസ്, അത് എല്ലാവർക്കും സാധാരണയായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, ഡിജിറ്റൽ ടൂൾസ് ഒക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂംസ് എന്ന് പറയുക. അതായത് ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ്സുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സ്മാർട്ട് ബോർഡുകൾ, പ്രൊജക്ടേഴ്സ്, ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കുന്നതിന് നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂംസ്, അതൊക്കെ യൂസ് ചെയ്ത് ക്ലാസ് എടുക്കുന്നതിന് നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂംസ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് ഈസ് ലൈബ്രറീസ് നമുക്കറിയാം. ഡിജിറ്റൽ ലൈബ്രറീസ്, എല്ലാ ജേർണൽസും, ബുക്സും, റിസർച്ച് പേപ്പേഴ്സ് എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്നതിനെ നമ്മൾ ലൈബ്രറീസ് എന്ന് പറയാം. അതിനകത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് ഇൻഫ്ലിപ്പ് നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, JSTOR എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട. ബേസിക്കായിട്ട് ഗവൺമെൻറ്റിൻ്റെ എന്തൊക്കെ വരുന്നുണ്ടോ അതുമാത്രം കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ബാക്കിയൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഗൂഗിൾ ബുക്സ് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ദെൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ, NDLI നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതൊക്കെ ഈ ലൈബ്രറിയിൽ വരുന്നതാണ്. ദെൻ വെർച്വൽ ലാബ്സ് എന്ന് പറയുന്നത് നമുക്ക് ലാബിൽ ഒരു ഫെസിലിറ്റിയും വേണ്ട, പക്ഷേ നമുക്ക് ഓൺലൈനിൽ ത്രൂ തന്നെ ലാബിൽ വേണ്ട എല്ലാ സെറ്റപ്പും കിട്ടും. നമുക്ക് വേണ്ട കാര്യങ്ങളും അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ
Online laboratories that allow students to perform experiments using simulations without a physical lab. അതാണ് നമ്മൾ വെർച്വൽ ലാബ് എന്ന് പറയാം. അതിൽ അമൃത വെർച്വൽ ലാബ്സ്, ഇതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അമൃത വെർച്വൽ ലാബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ലാബ്സ് ഉണ്ട്. ദെൻ IITയുടെ വെർച്വൽ ലാബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഈ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ദെൻ വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട്. വീഡിയോ ലെക്ചേഴ്സിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡഡ് എഡ്യൂക്കേഷണൽ വീഡിയോസ് ദാറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ലേൺ എനിവർ എനി ടൈം. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ വീഡിയോസിനെ നമുക്ക് റെക്കോർഡ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റും. യൂട്യൂബ് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഖാൻ അക്കാദമി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. NPTEL, ഞാൻ മുന്നേ പറഞ്ഞു NPTEL വീഡിയോസും മറ്റൊക്കെ കിട്ടും. സ്വയം, അതുപോലെ തന്നെ ബൈജൂസ്, ഇതൊക്കെ വീഡിയോ ലെക്ചേഴ്സിനാണ്. ദെൻ കേരള കൈറ്റ്, ഇതൊന്ന് പഠിച്ചു വെക്കണം. കേരള കൈറ്റ് നമുക്കറിയാം. കൈറ്റ് നമുക്ക് പ്ലാറ്റ്ഫോം, നമുക്ക് കോവിഡ് സമയത്തല്ല നമ്മൾ കൈറ്റിലെ വിക്ടേഴ്സ് എന്ന് പറഞ്ഞ ചാനൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്കൂൾ മുഴുവൻ റൺ ചെയ്തിരിക്കുന്നത്, അല്ലെ, ഗവൺമെൻറ് സ്കൂളെല്ലാം റൺ ചെയ്തിരിക്കുന്നത്. അത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഈ കൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് കേരള ഇൻഫ്രാസ്ട്രക്ചറൽ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷനാണ് ഈ കൈറ്റ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു പ്ലാറ്റ്ഫോമാണ് വിക്ടർ എന്ന് പറഞ്ഞൊരു ചാനലൊക്കെ ഇല്ലേ, നമുക്കറിയില്ലേ. വിക്ടർ എന്ന് പറഞ്ഞ ചാനൽ എന്താണ്? വെർച്വൽ ക്ലാസ് റൂം ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ഇൻ റിമോട്ട് സ്കൂളാണ് ഈ വിക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കേരള കൈറ്റ് പോലെ തന്നെയാണ് സമഗ്ര പോർട്ടൽ ഉള്ളത്. അപ്പോൾ സമഗ്ര പോർട്ടൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഹൈടെക് സ്കൂൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാം ഉണ്ട്. ഇനി AI എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ AI ബേസ് ചെയ്തിട്ട് വരുന്ന സമയത്ത് നമുക്ക് AI ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ChatGPT യൂസ് ചെയ്യാറുണ്ട്. ഗൂഗിൾ ജെമിനി നമുക്ക് എല്ലാവർക്കും അറിയാം. മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ Co-Pilot എന്ന് പറഞ്ഞിട്ടുള്ള AI ഉണ്ട്. ദെൻ MIGO എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു AI പ്ലാറ്റ്ഫോമും ഉണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇതിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് മോക്സ് എന്താണ്, LMS എന്താണെന്ന് നമുക്ക് നോക്കി വെക്കാം. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്ന് രണ്ടാണ്. NPTELും സ്വയവും ഉടമയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നോ രണ്ടോ തവണ വായിച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഇത് ഓരോന്നും കാണാതെ പഠിക്കണമെന്നില്ല, നിങ്ങൾക്കൊരു ഐഡിയ വേണമെന്നേ ഉള്ളൂ. ഓക്കെ, ഈ ആപ്ലിക്കേഷൻസ് കുറിച്ച്. നെക്സ്റ്റ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ IT സയൻസും ഇൻഡസ്ട്രിക്ക് നമുക്ക് സയൻസിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പം റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഡാറ്റ അനലൈസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ സിമുലേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ എക്സ്പെരിമെൻറ്റ്സിന് വേണ്ടിയിട്ടും ഡിസ്കവറീസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് സയൻസിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സയൻസിൽ മാറ്റ്ലാബ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാറ്റ്ലാബ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതാണ് മാറ്റ്ലാബ്. ദെൻ പൈത്തൺ പറഞ്ഞ ലാംഗ്വേജുകൾ, ദെൻ R, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂൾസ്, കേൺ സിസ്റ്റംസ്, ISRO സോഫ്റ്റ്വെയർസ്, അങ്ങനെ ലോട്ട് ഓഫ് ആപ്ലിക്കേഷൻസ് സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എൻ്റർടൈൻമെൻറ്റ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് IT ഹെൽപ്പ് ചെയ്യുക? എഡിറ്റ് ചെയ്യാൻ നമുക്കറിയാം. ക്രിയേറ്റ് ചെയ്യാനും, നമുക്കൊരു റീൽ ക്രിയേറ്റ് ചെയ്യാനും, എഡിറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഡിജിറ്റലി ആ ഒരു കണ്ടൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. അതിന് നമുക്ക് ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, സ്പോട്ടിഫൈ, യൂട്യൂബ്, CGI, അങ്ങനെ ലക്ഷക്കണക്കിന് സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലേ എൻ്റർടൈൻമെൻറ്റിന് അവൈലബിൾ ആയിട്ടുള്ളത്, അങ്ങനത്തെ സോഫ്റ്റ്വെയർസൊക്കെ. ദെൻ എഞ്ചിനീയറിങ്ങിന് പ്രധാനമായിട്ടും എഞ്ചിനീയറിങ്ങിനും നമുക്ക് മെയിനായിട്ടും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക ഈ തരത്തിലുള്ള സോഫ്റ്റ്വെയർസൊക്കെ കേട്ടോ. അപ്പം ഓട്ടോകാഡ് അങ്ങനെ ഒരു ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളാണ്. നമുക്ക് എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാൻ, ഒരു മെഷീൻ്റെ പാർട്സ് ഡിസൈൻ ചെയ്യാൻ, അതിനൊക്കെയാണ് നമ്മൾ ഓട്ടോകാഡൊക്കെ ഉപയോഗിക്കാം. സോളിഡ് വർക്ക്സ്, കാറ്റിയ, മാറ്റ്ലാബ്, സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സോഫ്റ്റ്വെയർസ് നമുക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഹെൽപ്പുണ്ട്. അപ്പോൾ ഓട്ടോകോഡ്, മാറ്റ്ലാബൊക്കെ ഇതിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ ഓട്ടോമേറ്റ്സ് ദ പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ഇൻ ഫാക്ടറീസ്. അപ്പോൾ ഫാക്ടറീസിലൊക്കെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. അതിനകത്ത് ഉപയോഗിക്കുന്ന മെയിൻ CNC മെഷീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഡിസൈൻ കൊടുത്തു എന്ന് വിചാരിക്കുക, ഓട്ടോമാറ്റിക്കലി ആ ഡിസൈൻ ചെയ്തിട്ട് അതുപോലെ അത് പ്രിൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ കട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു വുഡിൻ്റെ ഒരു പീസ് കൊടുത്തു, എനിക്ക് ഒരു ഡിസൈനിൽ അത് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CNC മെഷീൻസ് യൂസ് ചെയ്തിട്ട് അത് പോസിബിൾ ആണ്. നമ്മൾ ഡിസൈൻ മാത്രം അതിനകത്ത് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് മാത്രമല്ല, അതിനകത്ത് നമുക്ക് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ആ ഒരു ഡിസൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ CNC മെഷീൻസ് എന്ന് പറയുക. നെക്സ്റ്റ് ഈസ് സ്കാഡ സിസ്റ്റംസ്, PLC, റോബോട്ടിക്സ്, ഇൻഡസ്ട്രി 4.0 എന്നൊക്കെ പറയാം. ഇതിൽ CNC മെഷീൻസ് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മാനുഫാക്ചറിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ദെൻ നെക്സ്റ്റ് ഈസ് അഗ്രികൾച്ചറിന് നമുക്ക് ഫാർമേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അതിന് ഡ്രോണുകൾ,
ഓക്കെ, നമ്മൾ കണ്ടിട്ടില്ലേ ഡ്രോണുകളൊക്കെ യൂസ് ചെയ്തിട്ട് എന്താ പറയുക സാധനങ്ങൾ കടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ IoT സെൻസേഴ്സ്, ഇപ്പോൾ ടെമ്പറേച്ചറും എന്താ പറയുക കാറ്റും ഒക്കെ ബേസ് ചെയ്തിട്ട് സെൻസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. GPS, പ്രിസിഷൻ ഫാമിംഗ് സിസ്റ്റംസ്, ഫാം മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇതൊന്നും നോർമൽ ഫാമിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നതല്ല, ഹൈടെക് ആയിട്ടുള്ള ഫാമിങ്ങിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി ലീഗൽ മെട്രോളജി. ഓക്കെ, ലീഗൽ മെട്രോളജിയിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുറേറ്റ് മെഷർമെൻറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ വെയിങ് മെഷീൻസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, ട്രേഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതൊക്കെ ലീഗൽ മെട്രോളജിയിൽ വരുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഡിജിറ്റൽ വെയിങ് മെഷീൻസ് ഹെൽപ്ഫുള്ളാണ്. ദെൻ കാലിബ്രേഷൻ സോഫ്റ്റ്വെയർസ്, ബാർകോഡ് സിസ്റ്റം, സ്റ്റാമ്പിംഗ് സോഫ്റ്റ്വെയർ, ഇതെല്ലാം ലീഗൽ മെട്രോളജി എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു പോവുക. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ ഓൺലൈൻ പോർട്ടലിൻ്റെ പേരാണ് LMOMS, ലീഗൽ മെട്രോളജി ഓൺലൈൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഇത് കേരള ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ്. അത് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസിങ്ങിന് വേണ്ടിയിട്ടും രജിസ്ട്രേഷന് വേണ്ടിയിട്ടും വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഫീ പേയ്മെൻറ്റ്, സർട്ടിഫിക്കേഷൻ, ഇങ്ങനെയുള്ള മാനേജ്മെൻറ്റ് കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. ഇതൊക്കെയാണ് നമുക്ക് ആപ്ലിക്കേഷൻസിൽ പഠിക്കാനുള്ളത്. ഓക്കെ.